വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. എല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റും. നല്ല ഡ്യൂട്ടിക്ക് പോകാനോ ഓഫീസ് വർക്കുകൾക്കോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വിസിറ്റിങ്ങിന് പോകണമെങ്കിലോ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുമോ എനിക്ക് തീരെ മുടിയില്ല, ഇതൊക്കെ എനിക്ക് പറ്റുമോ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് എന്നും ഒരേ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊക്കെ നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു പുതിയ സ്റ്റൈലിലേക്ക് ഇറങ്ങാം. എന്തായാലും 2020 വരാൻ പോവുകയാണ്. ഇനി അധികം ദിവസങ്ങളില്ല അല്ലേ, കൗണ്ടബിൾ ഡേയ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പഴയ സ്റ്റൈലുകളൊക്കെ മാറ്റി വെച്ച് നമുക്ക് മൊത്തത്തിലൊരു സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽ ആയിരിക്കും. അത് നമ്മുടെ ടോട്ടലി ഉള്ള ലുക്ക് തന്നെ മാറ്റും. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ചെയ്തൊരു ഹെയർ സ്റ്റൈലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണ് ഈ ഹെയർ ചെയ്തത് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞാൻ ഈസി ആയിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. എത്ര ശ്രമിച്ചിട്ട് ശരിയാത്ത മുടി സ്റ്റൈലൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിരുന്നു, അപ്പോൾ എന്നിട്ട് അവസാനം വരുന്നതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നിൽക്കട്ടോ, എന്തിങ്ങനെ കോണിച്ചാണ് വകപ്പെടുത്തേക്കുന്നത്. മുടി കുറവുള്ളവർ ഇതുപോലെ കോണിച്ചെന്ന് എന്താ ഇങ്ങനെയൊന്ന് ചെരിച്ച് ചീകിയെടുക്കുക. ഇതാ കണ്ടോ, ചീരിച്ച് ചീകിയെടുത്തു കണ്ടോ. എന്നിട്ട് എന്നെ അടുത്തെന്ന് അറിയാമോ, ഈസിയാണ് പരിപാടികളെല്ലാം. മുടി ജസ്റ്റ് ഒന്ന് പൊണിറ്റയിൽ കിട്ടും. അതാ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പൊണിറ്റയിൽ കിട്ടുക കണ്ടോ. ഒന്ന് പൊണിറ്റയിൽ കിട്ടി. ഹെയർ ബാൻഡ് ഉണ്ടോ? നമ്മുടെ മുടി ഇങ്ങനെ പിച്ചി പിച്ചി കീറി എടുക്കുന്നതിന് നല്ല ഇതുപോലൊരു ടെയിൽ കോമ്പ് കണ്ടോ, ഇതിങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും. നല്ല ഭംഗിയായിട്ട് വരും. ഇതുപോലെ ഡയഗണൽ ആയിട്ടൊന്ന് ചെരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പൊണിറ്റയിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും കണ്ടോ. രണ്ട് മുടി ഇവിടെ നിന്ന് വാല് പോലെ മുറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്ക് എത്ര സ്റ്റൈലില്ലെങ്കിൽ ഒരു സ്റ്റൈലൊക്കെ തോന്നും. ഓക്കെ, ഡ്യൂട്ടിക്ക് പോയപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഹെയർ ചെയ്തു. എന്നിട്ട് ഇതാ സിമ്പിൾ ആസ് ഇറ്റ് ഈസ് ഒന്ന് പൊക്കി ഇതുപോലെ മുടി വെച്ചതിന് ശേഷം ഇതുപോലെ മുടി ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം ഇതുപോലത്തെ ഒരു ഹെയർ ക്ലിപ്പ് അങ്ങ് ഇട്ട് കൊടുത്തു. അത് നമ്മുടെ എല്ലാവരും ഉള്ളൊരു കാര്യമല്ലേ. കാണാനൊക്കെ ഉണ്ട്, നല്ലതല്ലേ? സിമ്പിൾ ആണ്, പക്ഷെങ്കിൽ നമ്മളിങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു സ്റ്റൈലിഷ് ആയിരിക്കും, കാണാൻ നല്ലതായിരിക്കും. നോക്കിക്കേ, ഇഷ്ടമായോ? ഈസി അല്ലേ ചെയ്യാൻ? ചിലർ പറയാറുണ്ട് ഞാൻ പൊണിറ്റയിൽ കെട്ടി കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ല, എന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന്, എനിക്കൊരു മുടി കെട്ടിയാൽ ഒട്ടും ഉള്ളു തോന്നുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിത് ഇതുപോലത്തെ ഹെയർ ബാൻഡുകൾ ഉപയോഗിക്കുക. നോക്കിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമുക്ക് മുടി ഇങ്ങനെ ചീകി എടുക്കാം. നമ്മൾ വകപ്പെടുക്കത്തില്ലേ, എന്നിട്ട് നമ്മൾ ഈ കോർണർ ഭാഗം കണ്ടോ, ഇവിടെ ആകുമ്പോഴേക്ക് നമ്മൾ പകുതി മുടി എടുത്തപ്പോഴും കെട്ടുന്ന സ്റ്റൈൽ അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കോർണർ ഇത് ഇങ്ങനെ നമ്മൾ പൊണിറ്റയിൽ ഇതുകൊണ്ടിനെ കൂടെ ഉൾപ്പെടുത്താൻ പോവുകയാണ് കണ്ടോ. അതിനെ കൂടെ ഇതിലേക്ക് പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗവും ഇതുപോലെ തന്നെ ഇച്ചിരി ഭാഗം എടുത്താൽ മതിയാവും, ബാക്കിയുള്ള ഭാഗത്തിന് അകത്ത് നിർത്തിയേക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ഉള്ളു തോന്നും മുടിക്ക്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അത്ര മുടി നമുക്ക് അകത്തുണ്ട്. അതുപോലെ ഇതുണ്ടോ, ഇപ്പൊ നമുക്ക് അത്ര മുടി വന്നില്ലേ, പക്ഷെ ഇവിടെ മുടിക്ക് നല്ല നീളം തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിന് ഒരു കെട്ടൂടെ ഈ അകത്ത് ബാക്കി കാണുന്ന കുറച്ച് ഹെയർ ഇല്ല, അതിന് നമുക്ക് അകത്ത് ഒരു പ്രാവശ്യം കൂടെ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്താ സ്റ്റൈലായിട്ടാ മുടി ഇരിക്കുന്ന നോക്കി. അപ്പൊ നല്ല ഉള്ളു നിങ്ങൾക്ക് തോന്നിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സൈഡ് ഇതുപോലെ ഒന്ന് ചെരിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ വകപ്പെടുത്തിട്ടൊന്ന് ചീവി കൊടുക്കുക. മുടി രണ്ടെണ്ണം മുറിച്ചിട്ടാലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറയുന്ന പോലെ. അങ്ങനെ ഇഷ്ടമുള്ളവർ കേട്ടോ, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി. കുറച്ചൊന്ന് പഫായിട്ട് ഈ ഭാഗം വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നല്ല സ്റ്റൈലായിട്ടിരിക്കും, കുറച്ച് ഉള്ളൊക്കെ ഉള്ളതായിട്ട് തോന്നും കേട്ടോ. കേട്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി പൊക്കി വെച്ച് കൊടുക്കുക മുടി. അപ്പൊ ഇച്ചിരി കൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ.
ഇഷ്ടായോ സെക്കൻഡ് സ്റ്റൈല്? ഇനിയിപ്പോ അടുത്ത ഹെയർ സ്റ്റൈല്. ഞാൻ ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലത്തെ ഒരു ഹെയർ സ്ക്രഞ്ചി ഉണ്ടാക്കിയായിരുന്നു. നമ്മൾ കണ്ടു, നമ്മൾ പണ്ട് കാലത്ത് ഇത് ഇട്ടോണ്ടിരുന്നതാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും അല്ലാതെ അല്ല. എല്ലാവരും ഒരു ഭയങ്കര സ്റ്റൈലായിരുന്നു ഈ ഒരു സംഭവം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇത്? ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതാണ്. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡ്യൂട്ടി പ്ലേസിൽ പറയുകയും വേണ്ട, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഹെയർ സ്ക്രഞ്ചിയാണിത്. അതുകൊണ്ട് തന്നെ ആ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലൊരു ലുക്കാണ്. അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഇൻബോക്സ് ചെയ്തിരുന്നു, ആ ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്തെന്ന് ഒന്ന് കാണിക്കാവുന്നു. വളരെ ഈസിയാണ്, കണ്ടോ കേട്ടോ. നല്ലൊരു എലഗന്റ് ലുക്ക് ആയിരിക്കും ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും. നമുക്ക് ഡ്യൂട്ടിക്കും അല്ലാതെയും ഇനിയിപ്പോൾ വല്ല ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ പോലും അത് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ എയർ ഹോസ്റ്റസ് അവർ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഖത്തർ എയർലൈനല്ലോ അത് ചില എയർലൈനുകളിൽ എയർ ഹോസ്റ്റസ് അല്ല സ്റ്റൈലിഷ് എടുത്തിട്ട് നടക്കുന്നത്. നോക്കിക്കോ, ഇതുപോലെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ, ഒരു വകുപ്പെടുത്തു കണ്ടോ. ഇതാ ഇതുപോലെ തന്നെ, അതുപോലെ ഈ സൈഡും ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് എനിക്ക് മുടി പൊതുവെ കുറവാണ്, നിങ്ങൾ കണ്ടല്ലോ. ഒന്നുകിൽ നമ്മളുടെ സാധാരണ ചീപ്പുകൾക്ക് ഇതുപോലെ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക, കണ്ടല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് കോമ്പിനുള്ള സ്പെഷ്യൽ ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് ചെയ്ത് അതാകുമ്പോൾ ഭയങ്കര ക്വിക്കായിരിക്കും നമുക്ക് ചെയ്യാൻ. എന്നിട്ട് നല്ലത് ഇതുപോലെ ഒന്ന് സ്മൂത്ത് ആയിട്ട് ഈ ഭാഗം ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. ആഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് മുഴുവൻ പോയി കേട്ടോ. എത്ര സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ടോ ഈ പോർഷനെ കാണാലോ. നിങ്ങൾക്ക് ഹെയർ പിൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് കമ്പി സ്ലൈഡോ എന്തെങ്കിലും സ്ലൈഡ് വെച്ച് ചുമ്മാ ഒന്ന് ഉടക്കി കൊടുക്കാവേ. ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാൻ വേണ്ടി മാത്രം. ആൻഡ് ദെൻ ഇതുണ്ടോ, മുടി നന്നായിട്ട് താത്താണ് കിട്ടുന്നത് കണ്ടോ. ജസ്റ്റ് താത്തൊരു പൊണിട്ടയിൽ പോലെ കെട്ടുക. ഇതുണ്ടോ, ജസ്റ്റ് എല്ലാം കൂടെ നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ ചെറിയൊരു കെട്ട് നമ്മളിവിടെ കെട്ടുവാണ് കണ്ടോ. എന്നിട്ട് നമ്മളിതിനെ ഇതാ ഇതുപോലെ ഒന്ന് ഉടക്കി കൊടുക്കാം കണ്ടോ. എന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പഫ് പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നോക്കിക്കേ, നോക്കിക്കേ നമ്മുടെ ഹെയർ കാണാൻ നല്ല ഭംഗിയില്ലേ. നോക്കി എന്നെ ടൈഡി ആയിട്ടാണ്, പെട്ടെന്നാണ്, ഭയങ്കര ഫാസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളത് കേട്ടോ. നോക്കിക്കേ എന്നെ ഭംഗിയായിട്ട് വന്നു നോക്കി, ഒന്നും അറിയണ്ട. എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിൽ സ്പീഡ് ചെയ്തിട്ട് നമുക്ക് ഓടാം ഇങ്ങനെ ചെയ്തിട്ട്. എന്നിട്ട് നമ്മളിതേ സൈഡ് നന്നായിട്ട് ചീ കൊടുക്കുക. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കുക. ഇനി ഒത്തിരി കാപ്പിരി മുടികളൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഹെയർ സ്പ്രേ കയ്യെ തൂത്തിട്ടാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചുമ്മാ ഒന്ന് പതുക്കെ ചീക്കെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പി സ്ലൈഡ് ഉപയോഗിക്കാം. ഓക്കെ കണ്ടോ, നമ്മളിവിടെ പഫ് ചെയ്ത് കഴിയുമ്പോൾ മുടിക്കും മുഖത്തിനും എല്ലാം മൊത്തത്തിൽ നല്ലൊരു ഭംഗിയായിരിക്കും ഇല്ലേ. നോക്കി, ഒത്തിരി പഫൊന്നും ഞാൻ ചെയ്തിട്ടില്ല, വളരെ ലൈറ്റ് ആയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ആ മൊത്തത്തിലൊരു ലുക്ക് മാറും. നിങ്ങൾ കണ്ടോ, നല്ലതല്ലേ. ഡ്യൂട്ടിക്ക് പോകണമല്ലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷന് പോകണമല്ലോ, ഇത് സ്റ്റൈലിഷാണ്. നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും. ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി പെട്ടെന്ന് ഒരുങ്ങിപ്പോൾ വേറെ ഹെയർ സ്റ്റൈലോട്ട് ഞാൻ കാണിച്ചു തരട്ടെ. ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ തന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് പഫ് ചെയ്തു, മുടി ഇങ്ങനെ തന്നെ എല്ലാം ചീകി ജസ്റ്റ് ഇതുണ്ടോ, ജസ്റ്റ് ഇതുപോലെ പൊണിട്ടയിൽ കെട്ടിയേക്കുന്നു. ഇതുണ്ടോ, ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഉണ്ടോ ഒരു ജസ്റ്റ് ഒരു തുള പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുടിയെ വീണ്ടും കയറ്റി ഇറക്കി വിടുക കേട്ടോ. ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. ഇതുണ്ടോ, എനിക്ക് ഇച്ചിരി മുടികൾ അത് മുഴുവൻ ലെയർ വെട്ടിയിട്ടേക്കോൺ പിടിച്ചെടുത്തൊന്നും കിട്ടുന്നില്ലതാ കണ്ടോ. ഭയങ്കര എളുപ്പമല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ മുടിയൊക്കെ ഉണ്ടല്ലോ എന്റെ പോലെ ലെയർ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. എന്റെ മുടി ഒട്ടും ഉള്ളില്ലെന്നാ, ഇവിടെ ഒന്നെല്ലാം ഊരി പോയിട്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ആക്സസറി ചെറുതായിട്ട് എന്റെ നടുഭാഗത്തേക്ക് കുത്തി കൊടുക്കാം. നമ്മുടെ മുറ്റത്തേക്ക് ഒരു ചെടിയെന്നൊരു മുല്ലപ്പൂ എടുത്ത് വെച്ചാലും മതി, നല്ല ഭംഗിയായിരിക്കും. ഞാൻ എന്തായാലും അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ഹെയർ പിൻ അത് ഉണ്ടോ, അതൊന്ന് ചെയ്ത് കൊടുക്കാം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, ഇഷ്ടപ്പെട്ടോ?
നിങ്ങളുടെ മുടിക്ക് കുറച്ചുകൂടെ ഉള്ളുള്ളപ്പോഴേക്ക് അത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ആകെ ഇച്ചിരി മുടിയുണ്ട്, അത് മുഴുവൻ ഇങ്ങനെ വെട്ടി കൂടെ കിടക്കുന്നതുകൊണ്ട് എല്ലാം പൊട്ടി കിടക്കുക. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാത്തത്. ഞാനിപ്പോ കുറച്ച് ഹെയർ സ്റ്റൈൽ കാണിച്ചു തന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിപ്പോ പെട്ടെന്ന് എങ്ങോട്ടേലും ഒന്ന് പോകണമെങ്കിൽ ഇത് ചെയ്തിട്ട് പോകത്തില്ലേ, കാണാൻ നല്ല സ്റ്റൈലായിരിക്കും. എപ്പോഴും ചെയ്യുന്നതിൽ ഹെയർ സ്റ്റൈൽ ചെയ്തത് മടുത്തു എന്നുള്ള ഒരു പ്രശ്നവും വേണ്ട. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ബ്യൂട്ടി തെറാപ്പീസും അതുപോലെ മേക്കപ്സും ഹെയർ സ്റ്റൈൽസ് ഒക്കെ കൂടുതൽ ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനത്തെ വീഡിയോകളായിരിക്കും കൂടുതൽ ഇപ്പം ചെയ്യാൻ പോകുന്നത്. എന്തായാലും എല്ലാം മിക്സ് ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴുള്ള പോലെ തന്നെ എപ്പോഴും തന്നെ ഉണ്ടാവണം. എല്ലാവർക്കും അതിനെല്ലാം ഒത്തിരി നന്ദി പറയുന്നു. അപ്പൊ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.